ഹേ ഗൈസ്, ജസ്റ്റ് സം ലൂസ് ടോക്ക് വിത്ത് മീ ആണ് നമ്മൾ ഈ വ്ളോഗിൽ പറയാൻ പോകുന്നത്. ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഈ വ്ളോഗിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് 25 വയസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. ഇത് ചിലപ്പോൾ നമുക്ക് പാർട്ട് 2 and 1 ആയിട്ട് തിരിക്കേണ്ടി വരും, കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ ക്രിസ്മസ് വെക്കേഷനാണ്, വീട്ടിൽ വന്നിരിക്കുകയാണ്, ലീവിന് എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ റിലാക്സ് ചെയ്ത് മുറ്റത്ത് കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു ടൈമിൽ എനിക്ക് തോന്നി നിങ്ങളോട് കുറച്ച് കാര്യങ്ങളും ഷെയർ ചെയ്യാം എന്നുള്ളത് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. സോ അതാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്നൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഭയങ്കര ഹോം സിക്നെസ് ഉള്ള ഒരാളായിരുന്നു ഞാൻ. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അധികം എൻ്റെ കസിൻസിൻ്റെ വീട്ടിലേക്ക് പോലും അധികം ഞാൻ മാറി നിൽക്കാൻ എനിക്കധികം ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ പോയാൽ തന്നെ 3-4 ദിവസം കഴിയുമ്പോഴേക്കും എനിക്കൊരു ബുദ്ധിമുട്ട് തുടങ്ങും. അമ്മേനെ അച്ഛനെയും കാണാതെ മാറി നിൽക്കാൻ എനിക്ക് പറ്റാറില്ല. ഞാൻ കോഴിക്കോട് പോയി പഠിച്ചു, ഇത് കഴിഞ്ഞ് ഞാൻ എറണാകുളത്താണ് ജോലി ചെയ്യുന്നതെന്ന് ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് അങ്ങനെ മാറി നിൽക്കാൻ പറ്റിയത്, എപ്പോഴാണ് എൻ്റെ ഒരു ഹോം സിക്നെസ് മാറിയതെന്നൊന്നും എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹോം സിക്നെസ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഒരു സാധനമാണ്. കാരണം അത് നമ്മളങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നിട്ട് ഇനിയിപ്പോൾ ജോലിക്ക് പോകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വന്നു പോകുമ്പോൾ വരെ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആവുന്ന 2 പ്ലേസാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടായാലും ഇവിടെ ആയാലും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യമാണ് നാട്ടിൽ വന്നിട്ട് അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ ഒരു വർക്ക് ലൈഫിലേക്ക് പോവുക എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പണിയെടുത്ത് തിന്നുക എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എന്നെ സംബന്ധിച്ച് ദാറ്റ്സ് എ സെക്കൻഡ് ടോപ്പിക്. സെക്കൻഡ് വൺ ഈസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പെണ്ണിനും ആണിനൊന്നുമില്ല, എല്ലാവർക്കും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. കാരണം പൈസ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പൈസ ഇല്ലെങ്കിലും സ്നേഹം മതി എന്നൊക്കെ പറയണത് ശുദ്ധ മണ്ടത്തരായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പൊ ലവ് ഓർ മണി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും രണ്ടും വേണം. രണ്ടിനും രണ്ടിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ലവ് പുഴുങ്ങി തിന്നാൽ നമുക്ക് ചോറ് വയ്ക്കാൻ പറ്റില്ല, അതിന് അരി മേടിക്കണമെങ്കിൽ കാശ് തന്നെ വേണം. പക്ഷെ സ്നേഹം കിട്ടുന്നിടത്ത് കാശ് തന്നു കഴിഞ്ഞാൽ സ്നേഹം കിട്ടണമെന്നില്ല. അപ്പൊ സ്നേഹം കിട്ടുന്നിടത്ത് സ്നേഹം തന്നെ വേണം. പക്ഷെ വേണമെങ്കിൽ ഒരു പടി തൂക്കം ഞാൻ കൂടുതൽ കൊടുക്കുക. എൻ്റെ ലൈഫിൽ ഞാൻ ഒരു പടി തൂക്കം കൂടുതൽ കൊടുക്കുക ലവിനെക്കാട്ടും കൂടുതൽ മണിക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ സന്തോഷവും സമാധാനവും സ്നേഹവും കിട്ടാൻ നമുക്ക് വേണമെങ്കിൽ കാശിനെ യൂസ് ചെയ്യാനും പറ്റും. അത് നിങ്ങളുടെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതാണ്. ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഒരു സാധനം മേടിച്ചു കൊടുത്താൽ എൻ്റെ അമ്മയ്ക്ക് സന്തോഷമാവണമെന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ മേടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ വേണം. അപ്പോൾ ആ സന്തോഷം ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പൈസ തന്നെയാണ്. സോ ആണിനായാലും പെണ്ണിനായാലും ആർക്കായാലും പൈസ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച് ഒരു ജോലി ഉണ്ടാക്കുക, സ്വന്തമായിട്ട് അധ്വാനിക്കാനുള്ളൊരു കഴിവുണ്ടാക്കുക, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ ചെയ്യാനുള്ളൊരു കഴിവുണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബേസിക് ആയിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് നോക്കാം. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിളായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പോകുള്ളൂ. എൻ്റെ ലൈഫിലിപ്പോൾ എനിക്ക് കുറേ കാശ് ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയണേ. നമുക്ക് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാനുള്ള ഒരു ഫണ്ട് നമ്മുടെ കയ്യിൽ വേണം. അതിനുള്ള ആരോഗ്യം നമുക്ക് വേണം. ദൈവത്തിനോട് അതിന് പ്രാർത്ഥിക്കാം. ഞാനൊരു വിശ്വാസിയാണ്, അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിൻ്റെ കാര്യം പറയുന്നത്. അതിനുള്ളൊരു ആരോഗ്യം ദൈവം എനിക്ക് തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇറ്റ്സ് എവറിത്തിങ് ഗൈസ്. അതുണ്ടായാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ തന്നെയേ ഞാൻ പറയുള്ളൂ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന്. അല്ലെങ്കിൽ പലതും നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അടുത്തത് നെക്സ്റ്റ് വൺ ഈസ്
പഠിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലി ചെയ്ത് എക്സ്ഹോസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, മേ ബി നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 100%, നമ്മുടെ 50% ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര മേ ബി വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ, സോറി, എക്സ്ഹോസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം. ഞാൻ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താലോ എന്തായാലും മെൻ്റലി കട്ടാവുന്ന ഒരാളാണ്. മെൻ്റലി ഞാൻ ഭയങ്കരമായിട്ട് എക്സ്ഹോസ്റ്റഡ് ആവുന്ന ഒരാളാണ്. എനിക്ക് ഒരേ പാറ്റേൺ കുറേ നാളത്തേക്ക് ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ, പക്ഷെ എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം അത് ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ടോട്ടലി കട്ടാവുന്ന ഒരാളാണ്. സോ നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടേക്ക് എ ബ്രേക്ക്. എന്തിൽ നിന്നായാലും വാട്ട് എവർ, പഠിപ്പായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ജോബ് ആയിക്കോട്ടെ, എന്തിൽ നിന്നായാലും ഒരു ബ്രേക്ക് നമുക്ക് ആവശ്യമാണ്. നമ്മൾ മെൻ്റലി ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട്, നമ്മൾ മെൻ്റലി ഒന്ന് കാമാവാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് നമുക്ക് എപ്പോഴും മാൻഡേറ്ററി ആണെന്ന് തന്നെയാണ് ഞാൻ പറയുക. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് യു ക്യാൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മാത്രം നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക. എങ്ങോട്ടെങ്കിലും പോവുക, അല്ലെങ്കിൽ യാത്ര പോവുക, അല്ലെങ്കിൽ 2 ദിവസം ചിലപ്പോൾ വെറുതെ വീട്ടിൽ ഇരിക്കാനാവും എന്ന് എനിക്ക് തോന്നുക, വെറുതെ ഇരിക്കുക. അപ്പം നിങ്ങളതിനെ സെൽഫ് ഡൗട്ട് ചെയ്യാണ്ടിരിക്കുക. ഡോണ്ട് ജഡ്ജ് യുവർ സെൽഫ് എന്ന് പറയുക. അതായത് നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ ജഡ്ജ് ചെയ്യാതിരിക്കുക. അതായത് നിങ്ങൾക്കത് മടിയായിട്ടാണ് അത് ചെയ്യാത്തത്. അങ്ങനെ നമുക്കൊരു സെൽഫ് ഡൗട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അത് ഭയങ്കര വേറൊരു കോംപ്ലിക്കേഷനിലേക്ക് മാറും. സോ സെൽഫ് ഡൗട്ട് ചെയ്യാതിരുന്നിട്ട് നമുക്ക് 2 ദിവസം ചിലപ്പോൾ വെറുതെ വീട്ടിലിരിക്കാൻ തോന്നുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ മെൻ്റലി എക്സോസ്റ്റഡ് ആയി, നമ്മൾ മെൻ്റലി ടയേർഡായി, ഇനി നമുക്കൊരു എഫേർട്ട് ഇടാൻ, ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട് വരുന്നിടത്ത് നിങ്ങൾ ടേക്ക് എ ബ്രേക്ക്, ലീവ് ഇറ്റ്. എന്തായിക്കോട്ടെ, നിങ്ങൾ കുറച്ച് നേരം വെറുതെ ഇരിക്കാനോ തോന്നുന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി, അങ്ങനെ ആയിക്കോട്ടെ. എന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത്, ചിലപ്പോൾ നമുക്ക് 2 ദിവസം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഒന്ന് പുറത്തേക്ക് പോകാനും അല്ലെങ്കിൽ ജോലിക്ക് പോകാനും ചിലപ്പോൾ നമ്മുടെ കൊളീഗ്സിനെ കാണാനൊക്കെ തോന്നുമായിരിക്കാം. അപ്പം നിങ്ങളത് ചെയ്യുക. ഈവൻ പഠിപ്പാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ടയേർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കുക, ഒന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോവുക, ഒന്ന് ഫ്രണ്ട്സിനായിട്ടൊന്ന് സംസാരിക്കുക, ഫോൺ വിളിച്ചൊന്ന് സംസാരിക്കുക, ഒന്ന് ചാറ്റ് ചെയ്യുക. നിങ്ങൾ ആ വഴിക്ക് അങ്ങോട്ട് പോകരുത്, തിരിച്ചു വരണം. ചിലപ്പോൾ നമുക്കൊരു റെസ്റ്റ് കിട്ടാം. അപ്പോൾ ചിലപ്പോൾ വീണ്ടും നമുക്കൊരു ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള എഫേർട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടാം. സോ ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത വരുന്ന സമയത്ത് നിങ്ങൾക്ക് മടിയാണ്, നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യാതിരിക്കുക. മെന്റലി നമുക്ക് ടയേർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഫിസിക്കലി ടയേർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫിസിക്കലി നമുക്ക് റെസ്റ്റ് നീഡ്സ് ഉള്ള പോലെ തന്നെ നമ്മുടെ മെന്റലി റെസ്റ്റ് നീഡ്സ് നമുക്ക് ഉറപ്പായിട്ടുണ്ട്. സോ അതിന് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ എനിക്ക് നെക്സ്റ്റ് വൺ, എൻ്റെ ഒരു 25-ൽ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭയങ്കര ഓവർ കൈൻഡ് ആവൊന്നും വേണ്ട. അതായത് ഒരു ടൈമിൽ ഞാനൊക്കെ ഒരു 10th പഠിക്കുമ്പോൾ ഭയങ്കര സാധനമായിരുന്നു. ഞാൻ ഭയങ്കര വൃത്തിയുടെ സ്വഭാവമായിരുന്നു എൻ്റെ. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ എന്ത് വെറുപ്പിക്കലായിരുന്നു എന്ന് എനിക്ക് തോന്നും. കാരണം ഭയങ്കര സാമർത്ഥ്യമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നും. അപ്പോൾ പിന്നെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഡിഗ്രിയൊക്കെ ആയപ്പോഴും, സാമർത്ഥ്യത്തിന് കുറവൊന്നുമില്ല, എന്നാലും ഇങ്ങനെ ജോലിയൊക്കെ കിട്ടിയപ്പോൾ, ഡിഗ്രിക്ക് പഠിക്കുമ്പോഴല്ല, ജോലിയൊക്കെ കിട്ടിയപ്പോൾ ഫസ്റ്റ് ജോലി കിട്ടിയ സ്ഥലത്തൊക്കെ ഞാൻ ഭയങ്കര ഓവറായിട്ട് എല്ലാവരോടും ഭയങ്കര കൈൻഡായിരിക്കാൻ, എല്ലാവരോടും ഭയങ്കര, മേ ബി പ്രൊഫഷൻ അതായതുകൊണ്ടാണോ എനിക്കറിയില്ല, കൈൻഡായിരിക്കുക, ഭയങ്കര ഓവർ കൈൻഡായി തുടങ്ങി. അങ്ങനെ സംസാരിച്ച് അവരെ വിഷമിപ്പിക്കാതെ സംസാരിക്കുക. നമുക്ക് അങ്ങനെ സംഭവം ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യത്തിൽ എനിക്ക് നല്ലത് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിൽ പണ്ട് എല്ലാം മുഖത്തടിച്ച് സംസാരിക്കുമായിരുന്നു. അത് ഭയങ്കര വലിയൊരു കാര്യമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി, നമുക്കൊരു കാര്യം ഒരാളെ വെറുപ്പിക്കാതെയും എന്നാൽ തുറന്ന് നമുക്ക് ഓപ്പൺ ആയിട്ട് അയാളുടെ മുഖത്ത് നോക്കി പറയാം, പക്ഷെ അയാളെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ആ ഒരു ടോണിൽ നമുക്ക് വേണമെങ്കിൽ പറയാം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. പിന്നെ അങ്ങനെ ഞാൻ സംസാരിച്ച് ഞാൻ ഭയങ്കര ഓവർ കൈൻഡഡ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഇപ്പം എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് അവർക്കത് ഭയങ്കരമായിട്ട് ഫീൽ ആവുമോ, അവർക്ക് അങ്ങനെ വിചാരിക്കുമോ ഇങ്ങനെ വിചാരിക്കുമോ എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഓവറായിട്ട് കോൺഷ്യസ് ആവാനായിട്ട് തുടങ്ങി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സമാധാനം കെടുത്തി തുടങ്ങി. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുള്ള കാര്യം പറയുക, അത് വിഷമിപ്പിക്കാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ട് തന്നെ പറയുക. ഇനി അഥവാ അപ്പോൾ അവർക്ക് വിഷമമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പോൾ സോ അവർ വിഷമിച്ചാലും ചിലപ്പോൾ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ കാര്യമാണെന്നുണ്ടെങ്കിൽ അത് അവർ അക്സെപ്റ്റ് ചെയ്തോളും. അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ഒരു
ഇറ്റ്സ് എ കോറ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഒന്ന് വിഷമിച്ചാലും കുഴപ്പമില്ല, പിന്നെ അവരതിൻ്റെ ഒരു കോറ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം നടന്നുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഇത്തിരി റഫായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ആരും തലേ കയറി നിറങ്ങില്ല ഗൈസ്. സോ അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന സ്ഥലത്ത് അധികം ആരും തലേ കയറി നിറങ്ങാൻ വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എല്ലാവരും അങ്ങനെ ആവണമെന്ന് ഞാൻ പറയില്ല. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എൻ്റെ ഒരു 25-ാമത്തെ വയസ്സിൽ ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് നമ്മുടെ നിലപാടുകളൊക്കെ എല്ലാവരും അടുത്തും മുഖത്തടിച്ച പോലെ പറയണമെന്നല്ല ഞാൻ പറഞ്ഞു നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അധികം ആരും നമ്മളെ യൂട്ടിലൈസ് ചെയ്യില്ല. ഇറ്റ്സ് എ മെയിൻ തിങ്. അധികം ആരും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി എടുക്കില്ല. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഓവർ കൈൻഡഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നമ്മളെ യൂട്ടിലൈസ് ചെയ്യും ആൾക്കാർ. അത് ഇപ്പം ഈവൻ നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ. അധികം നമ്മളോട് മിണ്ടാത്ത ആൾക്കാരോട് നമുക്ക് ഷൗട്ട് ചെയ്യാനും അവരെ നെഞ്ചത്ത് കയറാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ബട്ട് നമ്മൾ ഇത്തിരി റഫായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ തിരിച്ച് നല്ല മറുപടി തരും എന്നുള്ള ഒരു സ്ഥലത്ത് നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിക്കും, വേണോ വേണ്ടേ എന്നുള്ള സാധനം. ആ ഒരു സാധനം എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കണം എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. പിന്നെ ആ സമയത്ത് ഞാൻ ചിലപ്പോൾ എന്ത് ടോണിലാണ് സംസാരിക്കുക എന്നുള്ളത് അറിയില്ല. അപ്പം പിന്നെ അവർ ഭയങ്കര വിഷമിച്ചിട്ട് കാര്യമില്ല. സോ എൻ്റെ ഈ ഒരു ഏജിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ എൻ്റെ ഈ തോട്ട് മാറുമായിരിക്കും കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് കുറച്ച് റഫ് ആൻഡ് ടഫായിട്ട് നിന്ന് കഴിഞ്ഞാൽ വല്ലാണ്ട് അധികം ആരും യൂട്ടിലൈസ് ചെയ്യില്ല, തലേ കയറി നിറങ്ങില്ല എന്നാണ്. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ ഫോളോ ചെയ്യാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പണ്ട് മറ്റേ ഓംശാന്തി ഓശാനയിൽ മറ്റേ പെണ്ണ് പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട എന്നിട്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരുന്ന അങ്ങനെ ഒരു സെന്റൻസ്. ഇഷ്ടപ്പെട്ട ആളെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ ആളെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരുമെന്ന് പറഞ്ഞ പോലെ, ഇഷ്ടപ്പെട്ട ജോലി നമുക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടിയ ജോലി നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരും. അത് വല്ലാത്തൊരു ഗതികേടാണ്. അത് പെട്ടെന്ന് നമുക്ക് മടുക്കും, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോൾ എന്തിനു വേണ്ടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ പാർട്ട്ണറിനെ ആയാലും നമ്മുടെ കരിയറിനെ ആയാലും അക്കോർഡിംഗ് ടു മീ അത് നമ്മളാണ് സെലക്ട് ചെയ്യേണ്ടത്. കാരണം രണ്ടും അനുഭവിക്കേണ്ടത് നമ്മളാണ്, രണ്ടും മുന്നോട്ട് കൊണ്ടുപോവേണ്ടതും നമ്മളാണ്. സോ നമുക്ക് പറ്റുന്നതാണ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് നല്ല സ്നേഹത്തോടും പാഷനോടും കൂടി കൊണ്ടുപോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ആ ജോലി എടുക്കുക. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് തന്നെ നമുക്കത് എക്സ്പോസ്റ്റഡ് ആവും. നമുക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ തോന്നും. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും, മറ്റേതിലേക്ക് വേറെയിലേക്കൊക്കെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇഷ്ടപ്പെട്ടത് കരിയർ മാത്രം ചൂസ് ചെയ്യുക, അതെന്തായാലും. കാരണം അത് നിങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ.